സിനിമയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വൈശാലി എന്ന സിനിമയിൽ ഋഷ്യശൃംഖനെ ആനയിച്ച് ലോമപാത ചക്രവർത്തിയുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ സംവിധായകൻ ഭരതൻ സാറ് കൃത്രിമമായിട്ട് മഴ പെയ്യണം. അപ്പോൾ അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ടാക്കി വെച്ചിരിക്കുക. കാരണം നല്ല വേനൽക്കാണ് ഈ പരിപാടി നടക്കുന്നത്, മഴയുടെ യാതൊരു സാധ്യതയില്ല. പക്ഷേ യജ്ഞവേദിയിൽ യഥാർത്ഥ ഋത്തിക്കുകളെ കൊണ്ട് വൈദിക മന്ത്രങ്ങൾ തന്നെ അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെയാണ് ആ മഴ പെയ്യിക്കാനുള്ള യാഗം നടത്തിയത്. ഭാഗ്യവശാൽ അവിടെ കൃത്രിമമായിട്ട് മഴ പെയ്യിക്കേണ്ടി വന്നില്ല. അത് അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ആ യാഗം കൃത്യമായ രീതിയിലാണ് നടന്നത്. അപ്പോൾ ആ മന്ത്രങ്ങളും ആ പ്രവൃത്തികളുമൊക്കെ ശരിയായതുകൊണ്ടാണ് കൃത്യമായി അവിടെ മഴ ഉണ്ടായത്. ആ മഴ പെയ്തപ്പോൾ ആഹ്ലാദ തിമിർപ്പോടുകൂടി ആ സെറ്റിലുണ്ടായിരുന്ന എല്ലാവരും ആ അവസാനത്തെ പാട്ട് സീൻ ആഹ്ലാദപൂർവ്വം കൊണ്ടാടിയെന്നാണ് അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മണിച്ചിത്രത്താഴ് സിനിമയിലാണെങ്കിൽ നാഗവല്ലിയെ കളത്തിലേക്ക് ആനയിച്ചപ്പോൾ അഘോര മന്ത്രം എന്ന് പറയുന്ന മന്ത്രം ഉപയോഗിച്ചിട്ടാണ് തിലകൻ ആ ചടങ്ങ് നിർവഹിക്കുന്നത്. അപ്പോൾ അവിടെ സയൻസും മന്ത്രവും കൂടി ഇടകലർത്തിയ ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹം പന്തത്തിലേക്ക് തെള്ളി ഇടുമ്പോൾ അതിനു മുമ്പ് ചൊല്ലിക്കൊണ്ടിരുന്ന മന്ത്രം എന്താണ്? അഘോര മന്ത്രമാണ്. ഓം ആം ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഹോര ഹോര തരതനുരൂപ ചട ചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഘാതയ ഘാതയ ഹും ഭട്ട് സ്വാഹ. അപ്പോൾ അപ്പോഴും സിനിമയിൽ പോലും ഇത്തരം യഥാർത്ഥ മന്ത്രങ്ങൾ ഉപയോഗിച്ചത് അക്ഷരശബ്ദ ശക്തികളുടെ ആ ഒരു സ്വാധീനത്തെ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആ താന്ത്രികമായ ആ സെറ്റപ്പിൻ്റെയൊക്കെ അതിലൂടെ സൈക്കോളജിക്കലായിട്ട് രോഗപ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കിയതാണ് നമ്മൾ കണ്ടത്.